ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നും തന്നെയല്ല, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള നമ്മുടെ നെത്തോലി മീൻ അഥവാ ചൂട. ഇത് പീര വെക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പീര വെക്കാൻ വേണ്ടി ഞാൻ 2 ചെറിയ മാങ്ങ കിട്ടിയിട്ടുണ്ട്. ചെറിയ മാങ്ങ എന്ന് പറഞ്ഞാൽ വലിയ മാങ്ങ തന്നെയാണ്, അത് ചെറുതാണ്, വളർന്നിട്ടില്ല, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ 2 ചെറിയ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില. ഇത് നമ്മുടെ ചൂടമീൻ പറ്റിക്കുന്നതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ കാന്താരി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, തേങ്ങ, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഞെരടി എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാവും. ഇത് കല്ലായി ചതയ്ക്കുകയോ മിക്സി ചതയ്ക്കുകയോ ഒന്നും ആവശ്യമില്ല. ഇത് ഞാൻ ഇടിമുട്ടിയിലിട്ടൊന്ന് ചതുക്കിയെടുത്തതാണ്. കാന്താരി, വെളുത്തുള്ളി, നമ്മുടെ ഇഞ്ചി, ഇതെല്ലാം കൂടെ ചതച്ചെടുത്തിരിക്കുക. നമ്മുടെ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചൂടമീനുണ്ട് ഇവിടെ. ഇതെല്ലാം കൂടെ ഞെരടി, ഈ മീനും കൂടെ ഞെരടി നമുക്കിതിലേക്ക് വെച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ച് ഇവനെ അടപ്പ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മാത്രം മതിയാവും നമുക്ക് കഴിക്കാനായിട്ട്. വേറെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അത്രയ്ക്ക് ടേസ്റ്റ്. അതിലുപരിയായി കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുള്ളടക്കം കഴിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ചെറുമത്സ്യങ്ങൾ നമ്മൾ കൂടുതലും ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത്. വലിയ മീനൊക്കെ ആകുമ്പോൾ അതിൻ്റെ മുള്ളെടുത്ത് നമ്മൾ കളയും. ഇത് മുള്ളടക്കം കഴിക്കാൻ പറ്റും. അപ്പോൾ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ എല്ലാ ഐറ്റംസും കൂടെ ഒന്നിച്ച് ചേർത്ത് ഇതിന് എല്ലാം കൂടെ ഒന്ന് ഞെരടി എടുക്കണം. നമ്മുടെ ഉപ്പും, മാങ്ങ, മഞ്ഞൾപ്പൊടി, കാന്താരി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് തിരുമ്മി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ നമ്മുടെ ചൂട മീനും കൂടി ഇതിനകത്തോട്ടിട്ട് നമ്മളൊന്ന് ഞെരടി, മീനെ പിടിച്ച് ഞെക്കി പൊട്ടിച്ച് ഞെരടി ആക്കരുത് കേട്ടോ. സോഫ്റ്റായിട്ട് വേണം ഇതിനോട് പെരുമാറാൻ. അപ്പം ഈ ഒരു പരുവത്തിന് ഇങ്ങനെ പതുക്കെ ഈ അരപ്പുകളൊക്കെ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ കുഞ്ഞൻ ചീഞ്ചട്ടിയിലേക്ക് നമുക്ക് വാരി വെച്ചെടുക്കാം. അപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു നേരത്തേക്കുള്ളത് മാത്രമേ ഞാൻ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മാത്രം കൊള്ളാവുന്ന ഒരു ചെറിയ ചീഞ്ചട്ടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു അടപ്പുമൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഇതിലേക്ക് നമ്മളത് എന്ത് ചെയ്യും, പാകം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഇതിവിടെ ഇരിക്കട്ടെ. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ മീൻ അതിലേക്ക് വാരി വെച്ച്, അപ്പോൾ നമ്മുടെ കുഞ്ഞൻ ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ ഞാനിവിടെ ചുറ്റിച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മീൻ വാരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ കുഞ്ചൻ ചീഞ്ചട്ടിയിലേക്ക് നമ്മുടെ നെത്തോലി മീനൊക്കെ വാരി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു അടപ്പ് കൊണ്ട് മൂടി വെച്ചിട്ട് നമുക്ക് അടപ്പ വെച്ച് ഇവനെ വറ്റിച്ചെടുക്കുക. ആവശ്യത്തിന് ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. മീൻ വറ്റിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം മൂടി വെച്ച് ഇതിനെ ചെറിയ തീയിൽ വേവിച്ച് വറ്റിച്ച് എടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.
അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്ന് മൂടി വെച്ച് ചെറുതീയിൽ ഇരുന്ന് വേകട്ടെ. ചെറുതായിട്ട് തിള കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരല്പം എല്ലാം കൂടെ എടുത്ത് വെച്ചപ്പോൾ ഒരല്പം കൂടുതലുണ്ടായിരുന്നു. ചെറിയ ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഒരല്പം ഇച്ചിരി കഴിയുമ്പോൾ ഈ മാങ്ങ എല്ലാം ഒന്ന് വെന്ത് ഒതുങ്ങി കഴിയുമ്പോൾ ഇത് പാകത്തിന് ആയിരിക്കും. കുറച്ചൊന്ന് ഒതുങ്ങിക്കോളും താഴോട്ട്. അപ്പോൾ ഇത് കറക്റ്റായിരിക്കും. ഓക്കെ. എനിക്ക് ഈ ചീനിച്ചട്ടി വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഈ ചീനിച്ചട്ടി എടുത്തത്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? എനിക്ക് ഈ കുഞ്ഞ് ചീനിച്ചട്ടി വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അതിൽ ഒരെണ്ണം അങ്ങ് മേടിച്ചു. നമ്മുടെ നെത്തോലി വറ്റിച്ചത് എന്തായി നമുക്കൊന്ന് തുറന്ന് നോക്കാം. സൂപ്പറായിട്ട് വെള്ളമെല്ലാം വറ്റി കേട്ടോ, ഒട്ടും വെള്ളമില്ല. വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണയും ഒരു 4-5 കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, എന്നിട്ട് ഈ മൂടി വെച്ച് അടച്ചവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ നേരത്ത് നമ്മളിത് തുറന്നാൽ മതി. നല്ല ടേസ്റ്റായിരിക്കും എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. നമുക്ക് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഒരല്പം കറിവേപ്പില ഇതിൻ്റെ മുകളിലേക്കിട്ട് ഒരിച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് ഇനി ഒന്നും ചെയ്യേണ്ട. അതോട്ട് മൂടി അവിടെ വെച്ചാൽ മാത്രം മതി. കഴിക്കാൻ നേരത്ത് എടുത്ത് കഴിക്കുക. അത്ര തന്നെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്താ പറയുക, നെത്തോലി വറ്റിച്ചത് അല്ലെങ്കിൽ ചൂട മീൻ വറ്റിച്ചത്. ഇതിനി വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. അഭിപ്രായങ്ങൾ എല്ലാവരുടെയും അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ നെയിം അറിയാമല്ലോ, ജോളി റിജി സൂപ്പർ വ്ളോഗ്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.